പാർവതി ആണെങ്കിൽ മഞ്ഞപ്പൊടിയും നൂറും വെള്ളവും കലക്കി കുരിശിയാക്കിയിട്ട് ഒരു തിരിയും കത്തിച്ചിട്ട് വടക്ക് ഭാഗത്തേക്ക് ഒഴിക്കും. ഹായ്, വൈശാണ്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമില്ല കേട്ടോ, ഈ കർക്കിടക മാസമായതുകൊണ്ട് കർക്കിടക തെയ്യങ്ങളെല്ലാം വരുന്ന സമയമല്ലേ. അപ്പോൾ അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഐതിഹ്യവും എന്താണെന്ന് അറിയുന്നുള്ള ഒരു വീഡിയോ ആണ്. നമ്മളുള്ളത് ഇപ്പോൾ രാവണേശ്വരം കളരിക്കാർ മുളക് ക്ഷേത്രത്തിൻ്റെ പേരിൽപ്പെടുന്ന എഴുവൻ തറവാട്ടിലാണുള്ളത് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ കൂടെ നമ്മളെ ഉദയാട്ടനുണ്ട്. അപ്പോൾ ഉദയാട്ടൻ തെയ്യത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും നമ്മളോട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പിന്നെ നമ്മളിപ്പോ ഈ തെയ്യമില്ലേ കെട്ടുന്നത്, ഇത് ഏതിന്റെ ഭാഗം കെട്ടുന്നതാണ്? ഇത് 3 തെയ്യം 3 വിഭാഗത്തിൽ പെടുന്നവരാണ് കെട്ടുന്നത്. അപ്പോൾ വണ്ണാൻ സമുദായത്തിൽ പെടുന്ന അത് ഞങ്ങളാണ് ഈ പാർവതീനെ കെട്ടിയടിക്കുന്നത്. അതേപോലെ പരമശിവനെ കെട്ടിയടിക്കുന്നത് മലയ സമുദായത്തിൽ നിന്നാണ്. പിന്നെ അർജുനെ കെട്ടിയടിക്കുന്നത് കോപ്പാള സമുദായത്തിൽ നിന്നാണ്. അങ്ങനെയാണ് 3 സമുദായത്തിൽ നിന്ന് വരുന്നത്. നമ്മളെ മഹാഭാരത യുദ്ധമായിട്ട് ബന്ധമുള്ള ഇപ്പം മഹാഭാരത കഥ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധം ഉള്ളൊരു ഐതിഹ്യമാണ് ഇതിൽ വരുന്നത്. കുന്തിദേവിയും ഗാന്ധാരിയും ഉണ്ടല്ലോ, അവർ 2 പേരുടെ 2 അമ്മമാരുടെ മക്കളെ കഥയാണ് ഈ മഹാഭാരത യുദ്ധത്തിലേക്ക് വരുന്ന കഥ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് ഇത് വരുന്നത്. അതിൽ അമ്മാവൻ ശകുനി കള്ളച്ചൂതില് ഇവരെ തോൽപ്പിക്കും, പാണ്ഡവരെ. അങ്ങനെ വനവാസത്തിന് പറയും. അങ്ങനെ വനവാസത്തിന് പോകുമ്പോൾ അപ്പം എന്തായാലും ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, വനവാസത്തിന് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വൈരാഗ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ അർജുൻ എന്താ പറഞ്ഞാൽ ഇവരെ എങ്ങനെ ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പാശുവാസ്ത്രത്തിന് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നു, ശിവനെ തപസ് ചെയ്യുന്നു. വനവാസം നടക്കുന്ന സമയത്ത് ശിവനെ തപസ് ചെയ്യുമ്പോൾ ആടുന്ന് കുറെ കഴിഞ്ഞിട്ട് ശിവൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പേ പാർവതി ദേവി പറയുന്നത്, നിങ്ങൾ വരം വിചാരിക്കുന്ന ആൾക്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ ആപത്തായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വരം പരീക്ഷിക്കണം, എന്നിട്ട് അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പാർവതി പറഞ്ഞുകൊണ്ട് അങ്ങനെ പരീക്ഷണത്തിനായിട്ട് ഈ കാട്ടിലേക്ക് ശിവനും പാർവതിയും വേടന്റെ രൂപം ധരിച്ചിട്ട് കാട്ടിലേക്ക് വരുന്നു അർജുനെ പരീക്ഷിക്കാൻ. ആ ഒരു ഇതാണ് നമ്മളെ ഇതിലേക്ക് വരുന്നത്. അർജുനെ പരീക്ഷിച്ചു. ഈ വേടനും അർജുനായിട്ട് ഭയങ്കര മത്സരം നടന്നു കാട്ടിൽ വെച്ചിട്ട്. അപ്പം അവിടുന്ന് ഒരു വാശി നടന്നു ഇവര് അർജുനും ഇവരുമായിട്ട്. ആ വാശിയിൽ ഒരു പന്നിയുണ്ട്, ആ പന്നീനെ എയ്യണം. അപ്പൊ അങ്ങനെ എയ്യുമ്പോൾ 2 പേരെയും അസ്ത്രം ഒരേ സമയത്ത് ഈ പന്നിക്ക് കൊള്ളും. അപ്പൊ ഇയാൾക്ക് സംശയം വന്നു അർജുനന്. കാരണം അത്ര കഴിവുള്ള ഒരാളാണെങ്കിൽ അത് സാധാരണക്കാരല്ല എന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെയാണ് ഇയാള് ഈ തലയിലേക്ക് നോക്കുന്നത്. ആ തലയിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രക്കലയും ജടയും എല്ലാം കണ്ടിട്ടാകുമ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് ഇത് ശിവഭഗവാനാണെന്ന്. അപ്പോൾ അർജുനും ശിവനും പാർവതിയും അങ്ങനെ ഈ കാട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവരെ ഈ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളെ നാട്ടിലേക്ക് വന്നിട്ട് നാട്ടില് ഈ നമ്മളെല്ലാം കുറെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളെല്ലാം ഉണ്ടല്ലോ, പഞ്ഞമാസമല്ലേ. അപ്പം ആ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഭൂതഗണങ്ങളെല്ലാം ശിവന്റെ ഭൂതഗണങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ വീട്ടില്, ആ ഭൂതഗണങ്ങളെല്ലാം നിർമാർജനം ചെയ്യാനാണ് ഈ ഗുരിശി എല്ലാം നമ്മൾ ഒഴിക്കുന്നില്ലേ, തെയ്യം കളിച്ചു കഴിഞ്ഞിട്ട് ഗുരിശി ഒഴിക്കുന്നു. അതായത് പാർവതി ആണെങ്കിൽ മഞ്ഞപ്പൊടിയും നൂറും വെള്ളവും കലക്കി ഗുരിശിയാക്കിയിട്ട് ഒരു തിരിയും കത്തിച്ചിട്ട്
വടക്ക് ഭാഗത്തേക്ക് ഒഴിക്കും. അത് ഗണങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് ശിവനാണെങ്കിൽ ഭസ്മം കലക്കിയിട്ട് ഇതാക്കും. അത് അങ്ങനെയുള്ള ഒരു ആചാരമാണ് നമ്മളിപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂജാട്ടിന് രാവണേശ്വരം കളരിക്കാല് കരുതൽ മാത്രമാണോ ഈ തെയ്യത്തിനെ കൊണ്ടുപോകുന്നത്? അല്ല, രാവണേശ്വരം മാത്രമല്ല. ഇപ്പം പിന്നെ ഇരിയല് ഞാൻ പോയിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എല്ലായിടത്തും എത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മത് ഉപേക്ഷിച്ചതാണ്. ഇരിയ ഇല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു 4-5 ദിവസം അവിടെ പോണം. പിന്നെ കൊളത്തൂർ ഉണ്ടല്ലോ, കൊളത്തൂർ പതിക്കാല് ശ്രീ കാളരാത്രി ഭഗവതി ക്ഷേത്രമുണ്ട്. അതിന്റെ പരിധിയിൽ നമുക്ക് ഏതാണ്ട് പിന്നെ കരിച്ചേരി പാലം മുതൽ ബാലനടുക്കം വരെ നമ്മൾക്ക് പോകണം. അപ്പൊ അതും ഒരു 6-8 ദിവസം അതുമുണ്ട്. അപ്പോൾ മിക്കവാറും ഈ കർക്കിടക മാസം നമ്മൾക്ക് ഒരുപാട് ഉണ്ട് ഇത് പോവാൻ വേണ്ടിട്ട്. ഇപ്പൊ പിന്നെ ഇരിയ ഞാൻ പോലില്ല. കുരിശി മരിക്കുമ്പോ ശിവനാണെങ്കിൽ ഭസ്മമാണ് അവർക്ക് മുഖ്യം. പിന്നെ അതുകൊണ്ട് ഭസ്മം വെക്കും. ഇവര് ദേവി ആയതുകൊണ്ട്, പെണ്ണ് തെയ്യം ആയതുകൊണ്ട് ഇവർക്ക് ഗുരിശിയാണ്. ഗുരിശി പറഞ്ഞെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, മഞ്ഞപ്പൊടി 100 വെള്ളവും ചേർത്തിട്ട് ചോക്കയാക്കിയിട്ട് മരിക്കുന്നതാണ്. പിന്നെ മറ്റേ തെയ്യത്തിനാണെങ്കിൽ വെണ്ണീര് എന്ന് പറയും. ഇപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞാല് മുമ്പേ വെണ്ണീര് എന്ന് പറയും. അപ്പൊ അടുപ്പിൽ നിന്ന് എടുത്തിട്ടാണ് അത് ചെയ്യല്. അങ്ങനെയാണ് പഴയ കാലത്ത്. നമ്മളെ ഈ തറവാട്ടിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. വേറൊന്നുമല്ല, 2027 ഈ തറവാട്ട് ശ്രീ വയനാട്ട് ലോന്തയ്യങ്ങാട്ട് നടക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. ഇപ്പൊ എന്റെ മോനാണ് തെയ്യം കിട്ടുന്നത്. അഭിഷേകാന്ന് പഠിക്കുന്നുണ്ട്. ഈ കുഞ്ഞുദൈവത്തിന്റെ പ്രായപരിധി ഉണ്ടോ? എത്ര വയസ്സ്? പ്രായപരിധി പറഞ്ഞെങ്കിൽ കുഞ്ഞോളാന്ന് ശരിക്ക് കെട്ടേണ്ടത്. ചെറിയ കുഞ്ഞോളാന്ന് കെട്ടല്. പക്ഷെ കുഞ്ഞോ ഇല്ലാതിരിക്കുമ്പോ എന്ത് ചെയ്യല്? അങ്ങനെ ഇപ്പം നമ്മൾക്കിത് ചടങ്ങ് ഒപ്പിച്ചേ പറ്റൂ. ചെയ്തേ പറ്റൂ. ഇപ്പം പിന്നെ നമ്മൾ ആദ്യത്തെ ദിവസം പിന്നെ നമ്മളൊരു ഏട്ടമൂപ്പറയാണ് തെയ്യം കിട്ടിയത്. കാരണം കുട്ടികൾ ഇവനിപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നോണ്ട് നമുക്ക് എപ്പോഴും ലീവാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഏട്ടൻ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഏട്ടമൂപ്പർ വന്നിട്ടാണ് ആദ്യത്തെ ദിവസം തെയ്യം കിട്ടിയത്. അപ്പൊ ഇന്നും ഇന്നലെയും മിനിയാന്ന് ലീവ് ആയതുകൊണ്ട് 3 ദിവസം ഇതായി. ഇനിയിപ്പോ നാളെ മുതൽ ഈ ഏട്ടനെ തന്നെ കെട്ടേണ്ടി വരും. കാരണം കുട്ടികളെ പഠിപ്പ് നമുക്കൊരു ബാധ്യതയല്ലേ, ഒരു ഇതല്ലേ. അവരെ ഭാവി നമ്മൾ കളയാൻ പാടില്ലല്ലോ. മകൻ ബാക്കിയുള്ള തെയ്യത്തിനെല്ലാം നമ്മളെ നല്ലൊരു പിന്തുണയാണ് എല്ലാ. അതേസമയത്ത് നമ്മളെ മറ്റുള്ള പിള്ളേർ, ഇപ്പൊ എന്റെ മരുമക്കള് എനിക്ക് കിട്ടുന്നതിനേക്കാളും മകൻ എല്ലാ സമയത്തും നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കും. ശരിക്കും ഇതെല്ലാം മരുമക്കളാന്ന് കൊണ്ടുപോകേണ്ടത്. ഈ നമ്മളെ പരമ്പര അറിഞ്ഞെങ്കില് മരുമക്കളതാണ്, മക്കളതല്ല. ഇപ്പൊ മകനെ അവർക്ക് എല്ലാവർക്കും കൂടി പുറത്താക്കാൻ നാളെ ഈ പരിപാടി. നമ്മളതിൽ അങ്ങനെയാണ്. മകന് സ്ഥാനമില്ല. ഓനിപ്പം നന്നായിട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞെങ്കിൽ നമ്മളെ തറവാട്ടുകാർ നീ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവന് മാറിയിക്കേണ്ടി വരും. പക്ഷെ മരുമക്കൾക്ക് അതല്ല, അവർക്ക് മുമ്പിൽ നിന്നിട്ട് നടത്താൻ പറ്റും. നിങ്ങളെ മകന് ഇപ്പൊ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. മരുമക്കൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് നമ്മളെ മരുമക്കൾ പറഞ്ഞാല് നമ്മളെ മകൻ മാറി നിക്കണം. അങ്ങനെ ഉണ്ട്. ഇപ്പൊ നാളെ മരുമക്കൾ വന്നിട്ട് പറയേ നിനക്ക് അവകാശമില്ല, ഇത് ഞാനാ നടത്തുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് ഒന്നും പറയാൻ പറ്റൂല. അത് പരമ്പരാഗതമായിട്ടുള്ള ഇത് അതാണ്. നമ്മളെ സമുദായത്തിൽ കിടക്കുന്ന വിധി അങ്ങനെയാണ്. ഈ തെയ്യം കെട്ടുമ്പോൾ ഏത് തെയ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തലപ്പാളി എന്ന് പറയുന്നത്. തലപ്പാളി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ 21 ഗുരുക്കന്മാർ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മൾ ഏത് തെയ്യത്തിനും
ഈ തലപ്പാളി വെക്കുന്നത്. അപ്പോൾ തലപ്പാളി കെട്ടിയിട്ടാണ് എല്ലാ തെയ്യവും ഉള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏകദേശം ഒരു ദിവസം എത്ര വീട്ടിൽ കയറണം ആവറേജ്? അത് പിന്നെ ഇപ്പൊ നമ്മളെ നാട്ടിലെല്ലാമ്പോഴേ നമ്മൾക്ക് എങ്ങനെയും ഒരു 50 വീട് 60 വീടെല്ലാം പോകാൻ പറ്റും. ഒരു അടുത്താണെങ്കിൽ 100 വീടെല്ലാം പോകാൻ പറ്റും. പക്ഷെ പിന്നെ ഇപ്പൊ നമ്മൾക്ക് കുളത്തൂർ, ഇരിയ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നമുക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. കാരണം ഒരുപാട് ദൂരം ഉള്ള ഇതാണ്. ഒരു വീട് കഴിഞ്ഞാല് അടുത്ത വീട്ടിലേക്ക് ഒരുപാട് അല്ല അങ്ങനെയുണ്ട്. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ മുൻപേ അറിഞ്ഞെങ്കില് പിന്നെ തെയ്യത്തിനെ പഴയ കാലത്ത് പണിയും തോരൊന്നും ഇല്ലാത്ത സമയമാണ് ഈ കർക്കിടക മാസം. അപ്പൊ തെയ്യത്തിന് കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ എല്ലാരും പണിക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മളെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മ ഈ തെയ്യം കൊണ്ടുപോയാല് പല വീട്ടിലും ആളുണ്ടാവില്ല. അങ്ങനത്തെ വളരെ ഒരു വിഷമ സന്ധിയുണ്ട്. നമ്മള് പിന്നെ വീട്ടിന്റെ അടുത്തേക്ക് കേറിയിട്ടാകുമ്പോഴായിരിക്കും ആ വീട്ടിലെ ആളില്ല എന്ന് അറിയുന്നത്. അപ്പൊ കൊട്ടിയിട്ട് അതുപോലെ പോകേണ്ടി വരും. അപ്പൊ നമുക്ക് വല്ലാത്തൊരു മാനസിക വിഷമമാണ്. നമുക്ക് പൈസയുടെ അതല്ല, പിന്നെ നമ്മൾക്ക് ആ വീട്ടിൽ ആളില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു മാനസിക വിഷമം ഉണ്ടാകുന്നു. മറ്റുള്ള തെയ്യം പിന്നെ കിട്ടുമ്പോൾ ചില തെയ്യം തല പൊതിയുന്ന സമയത്ത് പിന്നെ തോറ്റമ്പാട്ട് തുടങ്ങും. ചില തെയ്യം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളെ പിന്നെ കളത്തിലേക്ക് പോയതിന് ശേഷമാണ് പിന്നെ തോറ്റമ്പാട്ട് തുടങ്ങുന്നത്. അങ്ങനെ ഓരോ തെയ്യത്തിനും ഓരോ പ്രത്യേകത ഉണ്ട്. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.